പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങി. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീട്ടുവളപ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടും. സംഭവ സ്ഥലത്ത് നിന്ന് നിഖിൽ പ്രമേഷുണ്ട് തത്സമയം. നിഖിൽ, ഇപ്പോഴും ഈ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ പുലി. എത്ര നേരമായി പുലി കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്? രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെയാണോ? അതോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? അവർ ആശങ്കയിലാണോ? ഗോപി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. പക്ഷെ അതിനു മുൻപ് തന്നെ പുലി ഇവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും കൗതുകത്തോടു കൂടി കാത്തിരിക്കുന്നത്. കാരണം ഈ കമ്പിവേലിയിൽ കുരുങ്ങിയിട്ട് തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, ഏറെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ആശങ്ക വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുലി തന്നെയാണ് ഇത്. നേരത്തെ അത് എഴുന്നേറ്റ് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തളർന്ന് അവിടെ കിടക്കുക തന്നെയാണ്. നമ്മളോട് അല്പസമയം മുൻപ് ഫോറസ്റ്റ് റേഞ്ചർ സംസാരിച്ചപ്പോൾ അദ്ദേഹം അറിയിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ പുലിക്ക് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ മുരൾച്ച കേൾക്കുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അല്പസമയം മുൻപ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ നാട്ടുകാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ധോണിയിൽ നിന്നുള്ള സംഘം ഇതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൂടുമായി ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ സംഘം എത്തിയ ശേഷം ഡോക്ടർ കൂടി, വെറ്ററിനറി സർജൻ കൂടി എത്തിയ ശേഷമായിരിക്കും ഡാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് പുലിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും അതിനുള്ള അന്തിമ നീക്കങ്ങൾ ആയിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ പുലിയെ ഈ പറമ്പിൽ കണ്ടെത്തുന്നത്. ഇതൊരു തെങ്ങിൻതോപ്പാണ് ഇവിടെ കണ്ടെത്തുന്നത്. അതിൻ്റെ വേലിയിലാണ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഇവിടുത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയുമായിരുന്നു. കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ആശങ്കയുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണ്, പ്രദേശവാസികൾ തന്നെയാണ്. ഈ പുലിയുടെ ആശങ്ക കുറേ നാളായിട്ടുണ്ടോ? ഒരു 2 മാസം മുന്നേ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു കാറുകാരൻ വിറച്ചിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പം ഇവർ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ പടക്കം പൊട്ടിക്കലും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് പുലി അങ്ങോട്ട് പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു 1.5-2 മാസം മുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മാനും പന്നീന്തിൻ്റെ ശല്യങ്ങൾ വേറെ ഉണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഇത്തിരി പ്രത്യേകിച്ച് ഉള്ളതായിരുന്നു. 2 ഉണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. 2 സാറേ. നായ്ക്കുട്ടികളെ പിടിക്കുന്നുണ്ട്, ആട്ടുകുട്ടികളെ പിടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുങ്ങിയിരിക്കുന്നത് അതിപ്പോൾ എങ്ങനെ എന്നുള്ളതല്ല. ഇനി ഒരെണ്ണം ചെറുതാണ് ഉള്ളത്, ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. ഇതിന് താഴെയുള്ളതാണ് ഇനി ഒന്നും ഉള്ളത്. അങ്ങനെ ആയതുകൊണ്ട് നന്നായി. അതല്ല മറ്റുള്ളവർ ജനവാസത്തിന് കുറച്ചും കൂടി ഇതൊക്കെയാണെങ്കിൽ എല്ലാവിടെയും മറ്റേ മനുഷ്യന്മാർക്ക് വരെ ഭീഷണി വരാൻ വലിയ പണിയില്ലല്ലോ. മറ്റുള്ള മൃഗങ്ങൾ മാന മുതൽ എല്ലാം ആന വരെ കൊണ്ട് പാസ് ചെയ്തു. അപ്പം അത്രയും അവരെ കൊണ്ടുള്ളൊരു ഇതിപ്പോൾ ഇങ്ങനെ പെട്ടു പറയുമ്പോൾ വലിയൊരു സമാധാനമാണ്. മേഖലയിൽ മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി അവർ അത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അത് കൃത്യമായി കാണിച്ചു കൊടുക്കാനൊരു ചിത്രമോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പുലി വളരെ ശാന്തനായി ഇങ്ങനെ കിടക്കുകയാണെങ്കിലും ചില സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കഠിന ശ്രമം, തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഏത് നിമിഷവും അതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് പുലി രക്ഷപ്പെടുമോ എന്നുള്ള, അതായത് സ്വയമേവ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ധോണിയിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ധോണിയിൽ നിന്നുള്ള സംഘം ഇതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൂടുമായിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ വെറ്ററിനറി സർജനും എത്തുന്നുണ്ട്. വെറ്ററിനറി സർജൻ എത്തിയ ശേഷം ഡാർട്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഈ കുരുക്കിൽ നിന്ന് പുലിയെ രക്ഷിച്ച ശേഷം കൊണ്ടുപോകാമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. നിഖിലിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് 1 അല്ല 2 പുലികൾ അവിടെ ഉണ്ട്. ഒന്ന് കുറച്ച് ഇപ്പോൾ ഈ കണ്ടതും പിന്നെ ഇതിനേക്കാൾ കുറച്ച് ചെറുതുമായ 2 പുലികളെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ആശങ്കയും പരാതിയും എന്താണ്? വനംവകുപ്പ് വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ അവർ പറയുന്ന തരത്തിൽ അതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണോ? ഇപ്പോൾ നിഖിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മണിക്കൂറുകളായി പുലി ഈ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതൊരു സ്വാഭാവികമായ കാലതാമസമാണോ? എന്താണ് നിഖിൽ? പുലിയെ കണ്ടിട്ടുണ്ട്, 2 പുലികളുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വേണ്ടുന്ന രീതിയിൽ നിങ്ങളുടെ പരാതികൾ വനംവകുപ്പ് പരിഗണിച്ചില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടോ? വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെട്ടിട്ടുണ്ട്. ഇപ്പോൾ RRT ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എങ്കിലും കുറേ കൂടി ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മലയോര പ്രദേശത്തെ കർഷകരുടെ കൃഷിനാശം ഉൾപ്പെടെ കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് വന്യജീവികളുടെ ഒരു വിഹാര കേന്ദ്രമായി കൊല്ലംകോട്ടെ ഈ മലയോര മേഖല മാറിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ പെറുക്കാനൊക്കെ ആളുകൾ വരേണ്ട ഒരു സമയമായിരുന്നു. അതെ അതെ അതെ.
ജീവന് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. എന്തായാലും അവർക്കെല്ലാം തന്നെ പറയാനുള്ളത് തന്നെയാണ് ഗോപി. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരുപാടധികം ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുറേ നാളായി നമ്മൾ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആ പുലി കുരുങ്ങി എന്നുള്ള വിവരം അറിഞ്ഞാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതൊരു തെങ്ങിൻതോപ്പാണ്. ഇവിടെ നിറയെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും ഈ പുലിയെ എത്രയും വേഗം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നവരാണ്. അവരോടൊക്കെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അതായത് ഇടത്തേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനോട് ചേർന്ന പ്രദേശത്തുള്ളൂ. അതും പക്ഷേ ആശങ്കയുടെ മുൾമുനയിലാണ്. കാരണം ഏത് നിമിഷവും ആ പുലി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുലി. അതുകൊണ്ട് തന്നെ ഏത് സമയം ഇവിടുന്ന് അവിടുന്ന് ആ പുലി ആ കമ്പിവേലിയിൽ നിന്ന് പുറത്തേക്ക് മാറാനുള്ള ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങൾ നേരത്തെ ഈ പുലിനെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ? 6 മണിക്ക്. നിങ്ങളൊക്കെ ഇവിടെ എപ്പോഴും വരുന്ന? വിറകിൻ്റെ വരും. ഞങ്ങളൊക്കെ എപ്പോഴും ഇവിടെ പുല്ലരിയാനും ഇതിനൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ എപ്പോഴും അങ്ങനെ പേടിച്ചിട്ട് തന്നെ കുറേ കണ്ടു പറയാറുണ്ട്. പാറിൻ്റെ ഇപ്പോൾ ഇതവിടെ ചെക്കുരത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഒരുക്കി വന്നിട്ടുണ്ട്. പുലി ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഒരു പുലിയും കൂടെ ഉണ്ടെന്നാ പറയുന്നത്. അഞ്ഞുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഗോപീഷ്ണൻ, ഈ തെങ്ങിൻതോപ്പിൽ നിരന്തരം ആളുകൾ വരുന്നതാണ്. അതായത് ജോലിക്കും മറ്റും വേണ്ടിയിട്ട് തേങ്ങ പെറുക്കാനൊക്കെ എപ്പോഴും വന്നു പോകുന്നതാണ്. ഈ മേഖലയിലാണ് ഇന്നിപ്പോൾ ഈ പുലി കുരുങ്ങിയിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് ഒരുപക്ഷെ വേറൊരു ദിവസമായിരുന്നെങ്കിൽ രാവിലെ തേങ്ങ പെറുക്കാൻ വരുന്ന ആളുകളൊക്കെ അപകടത്തിൽ പെട്ടേനെ എന്നുള്ളൊരു ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്തായാലും പുലി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും ആളുകളൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. പ്രദേശവാസിയാണ്. ഞാനാണ് ഈ പുലി ആദ്യമായിട്ട് ഇവിടെ നിന്ന് കണ്ടത്. ഒരു 3 മാസം ഏത് സാഹചര്യത്തിൽ? 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി 9:30 മണിക്ക് ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കനാൽ ഇങ്ങനെ ക്രോസ് ചെയ്തു. ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീടിന് പരിസരത്ത് നിന്ന് കനാലിലേക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ജയപ്രകാശിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ ഫോറസ്റ്റുകാർക്ക് വിളിച്ചു പറഞ്ഞ് അന്നൊരു 3 ദിവസം പത്രങ്ങളിൽ അലർട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഓരോ തവണയും ഞാൻ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് അലർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളത്. ദിവസം ഓരോ തവണയും പിന്നെ രാത്രിയൊക്കെ ലേറ്റ് ആവുന്ന സമയത്ത് ഞാൻ വഴിക്ക് പോകാറില്ല. കാരണം മറിച്ച് കാറിലായതുകൊണ്ട് ഞാൻ സേഫ് ആയിരുന്നു. മറിച്ച് ബുള്ളറ്റിലോ മറ്റോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാനാണ് ആദ്യമായിട്ട് കണ്ടത്. ശരിക്കും സ്പോട്ട് ചെയ്തു. അതേ പുലി തന്നെയാണോ? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം പുലിനെ നമുക്ക് ഏകദേശം നല്ല വലിപ്പമുള്ള പുലിയാണ് ശരിക്കും. കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഗൂഡല്ലൂരൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും കടുവയും അതുപോലെ തന്നെ എല്ലാറ്റിനെയും നമ്മൾ നേരിട്ട് കണ്ട് കുറേ പരിചയമുള്ള ആളായത് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. കാറിലായതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ആശ്വാസമായില്ലേ? അതായത് കുരുങ്ങി അത് തന്നെയാണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ വന്നു. അത് ആരും ഇതുവരെ ഉപദ്രവിച്ചായിട്ടില്ല. അത്യാവശ്യം വളർത്തുമൃഗങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നിനെയും ഉപദ്രവിച്ചായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ചിട്ടാണ് രവിയേട്ടൻ കാണുന്നത് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് തന്നെ രാത്രി RRT ടീമിനെയും ഫോറസ്റ്റുകാരെയും അറിയിച്ചു. അവർ വന്ന് രാത്രിയൊക്കെ തിരഞ്ഞു, കാണാൻ കിട്ടിയില്ല. അവരും ഞങ്ങൾ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഞങ്ങൾ ഫോറസ്റ്റുകാരായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അവരുടെ നല്ലൊരു സഹകരണം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയത് പുലിയുടെയും ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. ഈ കൊല്ലങ്കോട് കാണാൻ വരുന്ന യാത്രക്കാരെ ഒരു ദിവസം രാത്രി വരുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു അത് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് നമുക്കും ഒരു വല്ലാത്തൊരു പ്രസിദ്ധമായിട്ടുള്ള ചിങ്ങഞ്ചിറയുടെ ഒക്കെ വളരെ അടുത്താണ് ഈ പ്രദേശം. സ്വാഭാവികമായിട്ടും ഒരുപാട് അധികം സീതാർകുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇനിയും ആവശ്യമാണ്. പുലി ഇപ്പോൾ മണിക്കൂറുകളായി ഈ വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീട്ടുവളപ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിക്കിടക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും വനംവകുപ്പ് സംഘത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പുലിയെ പിടികൂടാനുള്ള കൂടുമായിട്ടാണ് വനംവകുപ്പ് സംഘം ഇവിടേക്ക് എത്തിയാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും. പുലിയെ മയക്കുവെടി വെച്ച് പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും സ്ഥലത്ത് നാട്ടുകാർ കൂടിയിട്ടുണ്ട്. അവർ വളരെ വലിയ ആശങ്കയിലാണ്. 2 പുലികളുടെ സാന്നിധ്യം അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ദ്രുതഗതിയിൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പരമേശാണ് വിവരങ്ങൾ നൽകി.